ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ലോ ഓഫ് കോൺട്രാക്ട്സ്. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്താണ്, കോൺട്രാക്റ്റ്, എഗ്രിമെൻറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്റ്റ് ആൻഡ് എഗ്രിമെൻറ്റ്, ലീഗൽ ഒബ്ലിഗേഷൻ, ജസ് ഇൻ റം, ജസ് ഇൻ പേഴ്സോണം, പിന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. അപ്പോൾ ഈ 1872 എന്ന് പറയുന്നത് ഇത് നിലവിൽ വന്ന വർഷമാണ്. അപ്പോൾ ഇൻ ഇന്ത്യ ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. അപ്പോൾ ഇന്ത്യയിൽ കോൺട്രാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലോസ് എല്ലാം അടങ്ങിയിട്ടുള്ള ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. The Act came into force on the first day of September 1872 and it applies to the whole of India. അപ്പോൾ ഈ ആക്ട് നിലവിൽ വന്നത് ഫസ്റ്റ് ഡേ ഓഫ് സെപ്റ്റംബർ 1872 ഇത് ആദ്യമായിട്ട് കെയിം ഇൻ ടു ഫോഴ്സ് നിലവിൽ വന്നത്. ആൻഡ് ഇറ്റ് അപ്ലൈസ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യയിലുള്ള എല്ലായിടത്തും ഈക്വലി അപ്ലൈഡ് ആണ്. അപ്പോൾ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനൊരു സെൻറ്റൻസ് കാണാം, ഇറ്റ് അപ്ലൈസ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് ചില ടെക്സ്റ്റുകളിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കാര്യം എടുത്തു മാറ്റിയിട്ടുണ്ട്. ദ ജമ്മു ആൻഡ് കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് 2019 വന്നതിന് ശേഷം ആർട്ടിക്കിൾ 370 ജമ്മു ആൻഡ് കാശ്മീരിന് കുറച്ച് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഈ ആക്ട് വന്നതിന് ശേഷം, അതായത് ജമ്മു ആൻഡ് കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് വന്നതിന് ശേഷം അതെടുത്ത് മാറ്റി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ആക്റ്റും ജമ്മു ആൻഡ് കാശ്മീരിനും ആപ്ലിക്കബിൾ ആണ്. So it extends to the whole of India. This act deals with general principles of contract and 5 specific contracts such as indemnity, guarantee, bailment, പ്ലജ് ആൻഡ് ഏജൻസി. അപ്പോൾ ഈ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? അതിൻ്റെ അകത്ത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഏർപ്പെടേണ്ടത്, കോൺട്രാക്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന് എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ആയിട്ട് വേണ്ടത് എന്നുള്ള ജനറൽ കാര്യങ്ങളൊക്കെയാണ് ഈ ആക്ടിൻ്റെ അകത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്ത് പറയുന്നത്, 5 വേറെ കോൺട്രാക്ട്, സ്പെസിഫിക് കോൺട്രാക്ട്സിനെ പറ്റിയും ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഇൻഡെമിനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പ്ലജ് and agency. Now, Section 1275 of Indian Contract Act deals with general principles of contract. These principles apply to all kinds of contract irrespective of the nature. അപ്പോൾ സെക്ഷൻ 1275 1-75 വരെയുള്ള സെക്ഷൻ്റെ അകത്ത് അത്രയും ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതായത് ഇതെങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ള എന്നൊക്കെ ഉള്ള പ്രിൻസിപ്പിൾസൊക്കെയാണ് സെക്ഷൻ 1275 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ഈ പ്രിൻസിപ്പിൾസ് എല്ലാ കോൺട്രാക്റ്റ്, ഇന്ന ഒരു കോൺട്രാക്റ്റ് എന്നല്ല, എല്ലാ കോൺട്രാക്റ്റിനും ഈക്വലി ആപ്ലിക്കബിൾ ആണ്. ഇനി സെക്ഷൻ 124 to 238 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ അകത്താണ് ബാക്കിയുള്ള സ്പെഷ്യൽ കോൺട്രാക്ട്സ്, അതായത് ഇൻഡെമിനിറ്റി, ഗ്യാരണ്ടി, ഏജൻസി, അതൊക്കെ അതിൻ്റെ അകത്താണ് പറഞ്ഞു പോകുന്നത്. പിന്നെ there are some contracts which are governed by separate ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ അകത്തല്ലാതെ വേറെ കുറേ കോൺട്രാക്ട്സ് സെപ്പറേറ്റ് ആക്റ്റിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, അങ്ങനെ കുറേ ആക്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാക്ട് ഇവർക്കെല്ലാം ഈക്വലി ആപ്ലിക്കബിൾ ആണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. ദ വേർഡ് കോൺട്രാക്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടേം കോൺട്രാക്റ്റം വിച്ച് മീൻസ് ഡ്രോൺ ടുഗദർ. ഒരുമിച്ച് ഇരിക്കുന്നതെന്ന് ഉള്ളതാണ് ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ലാറ്റിൻ ടേമിൽ നിന്നാണ്, കോൺട്രാക്റ്റം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേമിൽ നിന്നാണ് കോൺട്രാക്റ്റ് എന്നൊരു വേർഡ് ഡിറൈവ് ആയിട്ടുള്ളത്. Section 2 Clause H of the Indian Contract Act 1872 defines a contract as an agreement enforceable by law. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റിൻ്റെ അകത്ത് സെക്ഷൻ 2 Clause Hൻ്റെ അകത്ത് കോൺട്രാക്റ്റ് എന്ന ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പോൾ എഗ്രിമെൻ്റ് ഒരു എഗ്രിമെൻ്റാണ്, അതെന്തായിരിക്കണം, ലോഫുള്ളി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു പോലോക്ക് എന്ന് പറയുന്ന ജൂറിസ്റ്റ് എങ്ങനെയാണ് കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? എവരി എഗ്രിമെൻറ്റ് ആൻഡ് പ്രോമിസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. അപ്പം
കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു എഗ്രിമെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആയിക്കോട്ടെ, അത് എൻഫോഴ്സിബിൾ ആയിരിക്കണം. അങ്ങനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻറ്റിനെയും പ്രോമിസിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതാണ് പോലൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ 2 ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ആവണമെങ്കിൽ 2 കാര്യങ്ങൾ മെയിനായിട്ട് വേണം. ഒരു എഗ്രിമെൻറ്റും എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. നടപ്പിലാക്കാനുള്ള കഴിവ് എന്ന് വെച്ചാൽ ലോയിലൂടെ നടപ്പിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം ആ ഒരു എഗ്രിമെൻറ്റിന്. എന്നാൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. ഇനി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. അതെന്താ അങ്ങനെ? എല്ലാ കോൺട്രാക്ട്സും എന്താണ്? എഗ്രിമെൻറ്റ്സ് ആണ്. പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സ് എന്തല്ല? കോൺട്രാക്റ്റ് അല്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, തൊട്ട് മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നെങ്കിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ ഒരു എഗ്രിമെൻറ്റും ഉണ്ടായിരിക്കണം, അവിടെ എന്താ? എൻഫോഴ്സിബിലിറ്റി ബൈ ലോ, നമുക്ക് ലോയിലൂടെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റ് എന്താണ്? എഗ്രിമെൻ്റ് ആണ്. അത് നമുക്ക് ഉറപ്പാണ്. കാരണം എല്ലാ കോൺട്രാക്റ്റിലും എന്തുണ്ടായിരിക്കും? എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല. അതിന് കാരണം എന്താണ്? അതിന് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ഇല്ല. കാരണം ലോയിലൂടെ അതിനെ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് എഗ്രിമെൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് ഇ ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ അകത്താണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ, അതിനെയാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു പ്രോമിസ് തരയാണ്, അത് എന്തായിരിക്കണം? ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ ആയിട്ടുള്ള പ്രോമിസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം വെൻ ആൻ ഓഫർ ഓർ പ്രപ്പോസൽ മെയ്ഡ് ബൈ വൺ പേഴ്സൺ ഈസ് അക്സെപ്റ്റഡ് ബൈ അനദർ ഇറ്റ് ബിക്കംസ് ആൻ എഗ്രിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഞാനൊരു ഓഫർ നടത്തി, എനിക്ക് എൻ്റെ കാറ് വിൽക്കാനുണ്ട് എന്നും പറഞ്ഞ് ഞാനൊരു ഓഫർ നടത്തി. ഓപ്പോസിറ്റ് ആൾ, ബി എന്ന് പറയുന്ന ഒരാൾ അതെന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഇത്ര രൂപയ്ക്ക് അത് വാങ്ങിക്കൊള്ളാം എന്ന് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ പ്രോമിസ് എന്താണ്? ഞാൻ കാറ് കൊടുക്കാമെന്നുള്ളതും ഓപ്പോസിറ്റ് ആളുടെ പ്രോമിസ് എന്താണ്? ഇത്ര രൂപ എനിക്ക് തരാനുള്ളതും. അപ്പോൾ അതെന്തായി? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷനായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെനിഫിറ്റായി. അതിനെയാണ് നമ്മൾ ആ ഒരു ടൈം, ഇത് 2 ഓഫറും അക്സെപ്റ്റൻസും കഴിയാൻ നേരത്തെ എന്തായാലും അത് ഓട്ടോമാറ്റിക്കലി അതൊരു എഗ്രിമെൻ്റ് ആവും. അപ്പോൾ ഈ ഡെഫിനിഷൻ നമുക്ക് എന്ത് മനസ്സിലായി? ആൻ എഗ്രിമെൻറ്റ് ഈസ് ഇക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓഫറും അക്സെപ്റ്റൻസും ഉണ്ട്. ഒരാൾ ഒരു ഓഫർ നടത്തി അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ നടത്തി മറ്റൊരാൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ക്രിയേറ്റ് ആവും? എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. എഗ്രിമെൻറ്റിൽ എന്താ പറയുന്നത്? ഓഫർ ആൻഡ് ഈസ് അക്സെപ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ എഗ്രിമെൻറ്റ്. നമ്മൾ പറഞ്ഞു ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ അതൊരു എഗ്രിമെൻ്റ് ആണ്. പക്ഷേ കോൺട്രാക്റ്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? അത് എഗ്രിമെൻറ്റ് പ്ലസ് ഇറ്റ്സ് എൻഫോഴ്സിബിലിറ്റി. എൻഫോഴ്സിബിൾ ആയിട്ടുള്ള, ലോയിലൂടെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ്രിമെൻറ്റിനെ നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റും. അതെ, അടുത്ത പോയിന്റ്, എവരി എഗ്രിമെൻറ്റ് നീഡ് നോട്ട് നെസസറിലി ബി എ കോൺട്രാക്റ്റ്. എല്ലാ എഗ്രിമെൻറ്റ് എന്താവണമെന്നില്ല? കോൺട്രാക്റ്റ് ആവണമെന്നില്ല. പക്ഷെ എല്ലാ കോൺട്രാക്റ്റും എന്താണ്? എഗ്രിമെൻറ്റ്സ് ആണ്. എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ആണ് എഗ്രിമെൻറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന പ്രോമിസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ അത് ക്രിയേറ്റ്, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത് എന്തായിട്ട് മാറും? എഗ്രിമെൻ്റ് ആയിട്ട് മാറും. ഇവിടെ എന്ന് വെച്ചാൽ ഒരു എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ആവാൻ നേരത്ത് മാത്രം, ലോഫുള്ളി എൻഫോഴ്സിബിൾ ആണെങ്കിൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറത്തുള്ളൂ. പിന്നെ എഗ്രിമെൻറ്റ് മേ നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ ഒബ്ലിഗേഷൻ. ഒരു എഗ്രിമെൻറ്റിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഒന്ന് ക്രിയേറ്റ് ആവുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരാളിനെ ലഞ്ചിന് വേണ്ടി ക്ഷണിച്ചു വീട്ടിലോട്ട്. ബിക്ക് വരാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് എക്ക് ഒന്ന് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു ജസ്റ്റ് ഒരു പ്രോമിസസ് ആണ്. അതിലൊരു എൻഫോഴ്സിബിലിറ്റി, ഒരു ലീഗൽ ഡ്യൂട്ടി ഒന്നും ആർക്കില്ല, ബിക്കില്ല. അതുകൊണ്ട് തന്നെ എക്ക് ബി ലഞ്ചിന് വിളിച്ചിട്ട് വന്നില്ല എന്നും പറഞ്ഞ് കോടതിയിൽ പോയി പരാതി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു എഗ്രിമെൻറ്റിലൊന്നും ഒരിക്കലും ഒരു ലീഗൽ ഒബ്ലിഗേഷൻ എറൈസ് ചെയ്യുന്നില്ല. പക്ഷെ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലീഗൽ ഒബ്ലിഗേഷൻ എറൈസ് ചെയ്യുന്നുണ്ട്. കാരണം എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ നേരത്തെ എ എന്ത് ചെയ്യണം? എക്ക് ചെയ്യാനുള്ള പാർട്ട് എ കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ കാറ് വിൽപ്പനയ്ക്കാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടെങ്കിൽ എയുടെ പാർട്ട് എന്താണ്? ആ കാറ് അയാൾക്ക് കൊടുക്കുക, പൈസ തരുന്ന സമയം കൊടുക്കുക എന്നുള്ളത് എയുടെ ലീഗൽ ഡ്യൂട്ടിയാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ബിക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോകാൻ പറ്റും.
അല്ലാതെ എഗ്രിമെൻറ്റിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അവിടെ ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ ഡ്യൂട്ടി ഇല്ല. എ ഇൻവൈറ്റ് ചെയ്തെന്നും പറഞ്ഞ് ബിക്ക് വേണമെങ്കിൽ വരാം, വരാതിരിക്കാം. അത് ബിയുടെ ഇഷ്ടം. ഇനി എഗ്രിമെൻറ്റ് ഈസ് നോട്ട് എ കൺക്ലൂഡിങ് ഓർ എ ബൈൻഡിങ് കോൺട്രാക്ട്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് അതിന് എടുക്കാം. കാരണം അതൊരു ബൈൻഡിങ് കോൺട്രാക്റ്റ് അല്ല. ഇപ്പം ലഞ്ചിന് വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ കോടതിയിൽ ചെന്ന് പരാതി പറയാനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ കോൺട്രാക്റ്റ് എപ്പോഴും ബൈൻഡിങ് ആണ്. ഈച്ച് പാർട്ടീസിൻ്റെ ഒബ്ലിഗേഷൻ അവർ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ നമുക്ക് കോടതിയെ സമീപിക്കാനും നഷ്ടപരിഹാരം വാങ്ങാനും ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു ബൈൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്, മറ്റത് ബൈറ്റിംഗ് അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി അടുത്ത് നമ്മൾ നോക്കാം ലീഗൽ ഒബ്ലിഗേഷൻ. അപ്പോൾ ഒരു ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു ലീഗൽ ഡ്യൂട്ടിയാണ്. ഒരു കാര്യം ചെയ്യാനോ, ടു ഡു ഓർ ഒബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എ ഡെഫിനിറ്റ് ആക്ട് ഓർ ആക്ട്സ്. ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു ലീഗൽ ഡ്യൂട്ടിയാണ് ഒരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെയ്യാനാണെങ്കിൽ എന്തോ, ഇപ്പോൾ കാറ് വിൽപ്പനയ്ക്കാണെങ്കിൽ കാറ് കൊടുക്കുന്നതാണ് അവിടുത്തെ ലീഗൽ ഡ്യൂട്ടി. ഇനി ഒബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എ ഡെഫിനിറ്റ് ആക്ട് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചവറിടുകയാണ്. അപ്പോൾ അവർ പറയാണ് ഒരു കോൺട്രാക്റ്റ് ഞങ്ങൾ ഏർപ്പെട്ടിട്ട് നാളെ തൊട്ട് ഞാൻ ചവറിടരുതെന്ന്. അപ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ കോൺട്രാക്റ്റ്. മറ്റത് കാർ എന്ന് വെച്ചാൽ കൊടുക്കാൻ വേണ്ടി, മറ്റത് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ടു ഡു ഓർ ഒബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എ ഡെഫിനിറ്റ് ആക്ട്, അതിനെയാണ് നമ്മൾ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ലീഗൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മിയർ എഗ്രിമെൻറ്റ് എലോൺ കനോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്ട്. ഒരു മിയർ എഗ്രിമെൻറ്റിന് ഒരിക്കലും എന്താവത്തില്ല, കോൺട്രാക്റ്റ് ആവത്തില്ല. അത് നമ്മൾ പറഞ്ഞു, അതിനൊരു എൻഫോഴ്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു ലീഗൽ ഡ്യൂട്ടി ഒബ്ലിഗേഷൻ അവിടെ ഉണ്ടായിരിക്കാം. ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ, ദാറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. അവിടെ ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ലോയിലൂടെ അത് എൻഫോഴ്സിബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു ലീഗൽ ഡ്യൂട്ടി അറൈസ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. Therefore the parties must have intention to create legal obligation. അതർവൈസ് ദർ ഇസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദം. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് പാർട്ടീസിന് എന്തുണ്ടായിരിക്കണം? ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ രണ്ട് ടേമാണ് നോക്കാൻ പോകുന്നത്, ജസ് ഇൻ റം ആൻഡ് ജസ് ഇൻ പേഴ്സോണം. ജസ് ഇൻ റം മീൻസ് എ റൈറ്റ് എഗനിസ്റ്റ് ഓർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ തിങ്. ഒരു തിങ്ങിന് മേലിലോ ആയിട്ടുള്ള റൈറ്റ്, അതിന് എഗനിസ്റ്റ് നിൽക്കുന്ന അവർക്കെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റൈറ്റ്, അതിനെയാണ് ജസ് ഇൻ റം എന്ന് പറയുന്നത്. അപ്പം ജസ് ഇൻ റം ഈസ് അവൈലബിൾ എഗൻസ്റ്റ് ദ വേൾഡ് അറ്റ് ലാർജ്. ഒരു നമുക്കൊരു പബ്ലിക്കിനെ തന്നെ എഗനിസ്റ്റായിട്ട് നമുക്കുള്ള റൈറ്റ്. അതായത് എനിക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ എനിക്ക് ആൾക്കാർ വന്ന് കയറുന്നു, ഞാൻ ഇല്ലാത്ത സമയത്ത് അവിടെ ആൾക്കാർ വന്ന് അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട്, എനിക്ക് തെങ്ങുണ്ട്, അതിൽ നിന്ന് തേങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയാൽ അതെന്താണ്? ട്രസ്പാസാണ്. ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആൾക്കാർ കയറി വന്ന് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അവർക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാം. അത് ആരും ആയിക്കോട്ടെ, എനിക്കറിയാത്ത എന്നോട് അനുവാദം ചോദിക്കാത്ത ആര് വന്നെടുത്താലും. അപ്പം ആ റൈറ്റ് എന്ന് വെച്ചാൽ ആ തിങ്ങിന്മേലുള്ള റൈറ്റ്, ആ ഒരു പ്രോപ്പർട്ടിന്മേലുള്ള എനിക്ക് റൈറ്റ് ആർക്ക് എഗനിസ്റ്റായിട്ട്, എനിക്ക് പബ്ലിക്കിന് എഗനിസ്റ്റായിട്ട് എനിക്ക് പറയാം. കാരണം അവരെൻ്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുകയാണെങ്കിൽ എനിക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻ വേൾഡ് അറ്റ് ലാർജ്, വേൾഡിലുള്ള ആരും എൻ്റെ പെർമിഷൻ ചോദിക്കാതെ എൻ്റെ സാധനങ്ങളും ഇതും എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കും. ഒരു സ്പെസിഫിക് പേഴ്സൺ ഒന്നുമില്ല, ആര് വന്നാലും, പെർമിഷൻ ഇല്ലാത്ത, എൻ്റെ അനുവാദമില്ലാതെ അവിടെ ആര് വന്നാലും എനിക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം. അതിനെയാണ് ജസ് ഇൻ റം എന്ന് പറയുന്നത്. എൻ്റെ റൈറ്റാണ്. അങ്ങനെ ആര് പബ്ലിക് വേൾഡിൽ നിന്ന് ആര് വന്നാലും, എൻ്റെ പ്രോപ്പർട്ടിയിൽ കൈവയ്ക്കാൻ ആര് വന്നാലും എനിക്കെന്ത്, അവർക്കെതിരെ എല്ലാം എനിക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. അതാണ് ജസ് ഇൻ റം. ഇനി ജസ് ഇൻ പേഴ്സോണം മീൻസ് എ റൈറ്റ് എഗനിസ്റ്റ് ഓർ ഇൻ റെസ്പെക്ട് ഓഫ് എ സ്പെസിഫിക് പേഴ്സൺ. എ ജസ് ഇൻ പേഴ്സോണം ഈസ് അവൈലബിൾ ഓൺലി എഗനിസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ. അപ്പം ഞാൻ ഇപ്പോൾ പറയുകയാണ്, എൻ്റെ വീട്ടിൽ അപ്പുറത്തൊരാൾ ചവറ് കൊണ്ടിടുക. അപ്പം ഞാൻ വാർണിംഗ് കൊടുത്തു. പിന്നെ ഞാൻ ആ സ്പെസിഫിക് ആളിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിങ്ങൾ കൊണ്ടിട്ടാൽ എന്ത് ചെയ്യും? ഞാൻ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വാർണിംഗ് ആർക്ക് മാത്രമേ ഉള്ളൂ? ആ ഒരു പർട്ടിക്കുലർ പേഴ്സണ് മാത്രമാണ് ഞാൻ ആ വാർണിംഗ് കൊടുത്തത്. ആ ഒരാൾ ഇനിയും അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ജസ് ഇൻ പേഴ്സോണ എന്ന് പറഞ്ഞാൽ ആര് ചെയ്താലും എനിക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം. ജസ് ഇൻ റം എന്ന് വെച്ചാൽ ആര് ചെയ്താലും എനിക്ക് അവർക്ക് എതിരെ കേസ് കൊടുക്കാം. ജസ് ഇൻ പേഴ്സോണ എന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് പേഴ്സൺ ആ ഒരു
നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്ത അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം. ഇനി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ? ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ആർ കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അകത്താണ് ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 10, all agreements are contracts if they are made by the free consent of the parties competent to contract for a lawful consideration and with a lawful object and are not hereby expressly declared to be void. അപ്പോൾ സെക്ഷൻ 10-ൻ്റെ അകത്ത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഇത് നമുക്ക് ഇനി ഇൻഡിവിജ്വൽ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഇൻ ഓർഡർ ടു ബിക്കം എ കോൺട്രാക്ട് ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് ഹാവ് the following essential elements. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദർ മസ്റ്റ് ബി 2 parties. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം, 2 പാർട്ടീസെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ കോൺട്രാക്റ്റ് എന്താവത്തുള്ളൂ, വാലിഡ് ആവത്തുള്ളൂ. സെക്കൻഡ് പോയിന്റ്, എഗ്രിമെൻറ്റ്. എന്താണ് ഒരു കോൺട്രാക്റ്റിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ഓഫറും ഉണ്ടായിരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്തേക്കണം, അപ്പോൾ അതൊരു എഗ്രിമെൻ്റ് ആവും. അപ്പോൾ അവിടെ മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അതായത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ ഡ്യൂട്ടി ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ആർക്കുണ്ടായിരിക്കണം, പാർട്ടീസിന് ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമേ അത് നമുക്ക് കോടതിയിൽ കൂടെ എൻഫോഴ്സിബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ഫോർത്ത് പോയിന്റ്, ലോഫുൾ കൺസ്ട്രേഷൻ. കൺസ്ട്രേഷൻ എപ്പോഴും എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കണം. ലീഗലി ഇത് ചെയ്യാത്ത ഇല്ലീഗലായിട്ടുള്ള കൺസ്ട്രേഷൻ ആവാൻ പാടില്ല, ലീഗലി ഇത് ചെയ്യുന്ന കൺസ്ട്രേഷൻ ആയിരിക്കണം. അതാണ് ലോഫുൾ കൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കോൺട്രാക്റ്റിലും കൺസ്ട്രേഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. കൺസ്ട്രേഷൻ എന്ന് പറയുന്നത് അങ്ങോട്ട് ഇൻ റിട്ടേൺ ഓഫ് സംതിങ് ഇൻ റിട്ടേൺ, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്. ഇപ്പം ഞാൻ ഒരാൾക്ക് കാറ് വിൽക്കുകയാണെങ്കിൽ അയാളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്ന ആ കാറ് ആണ് അയാളുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ബെനിഫിറ്റ് എന്ന് അല്ലെങ്കിൽ എൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആ ഒരു പൈസയാണ്. എത്ര രൂപയ്ക്കാണോ ആ കാർ വിൽക്കുന്നത് ആ ഒരു പൈസയാണ് എൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംതിങ് ഇൻ റിട്ടേൺ, ഒരു ലോഫുൾ കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ലോഫുൾ ഇല്ലീഗൽ കൺസിഡറേഷനോ അൺലോഫുൾ കൺസിഡറേഷനോ ഒന്നും ആവാൻ പാടില്ല, ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം. ഇനി അടുത്ത പോയിന്റ്, ദ പാർട്ടീസ് മസ്റ്റ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. പാർട്ടീസ് എന്തായിരിക്കും, കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് ആയിരിക്കും. കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പാർട്ടീസ് എന്തായിരിക്കണം, മേജർ ആയിരിക്കണം. എന്ന് വെച്ചാൽ 21-18 വയസ്സൊക്കെ കഴിഞ്ഞ് മൈനേഴ്സ് ആവാൻ പാടില്ല, മേജർ ആയിരിക്കണം. മേജർ ആയിട്ടുള്ള പാർട്ടീസിന് മാത്രമേ എന്തിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ അവർ മെൻ്റലി സ്റ്റേബിൾ ആയിരിക്കണം, അവരുടെ സ്റ്റേബിലിറ്റി ഓഫ് മൈൻഡ് ക്ലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർക്കൊരു ലോഫുൾ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ സൗണ്ട് മൈൻഡ് ആയിരിക്കണമെന്ന് പറയും. എന്ന് വെച്ചാൽ മെൻ്റലി സ്റ്റേബിൾ ആയിരിക്കണം. അവർക്ക് എന്തിലാണ് അവർ സൈൻ ചെയ്യുന്നത്, എന്താണ് ആ കോൺട്രാക്റ്റിൻ്റെ അകത്ത് പറയുന്നതെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവർക്ക് ഉണ്ടായിരിക്കണം. അതാണ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, കോൺസെൻസസ് അറ്റ് ഐഡം ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്കിപ്പോൾ 2 കാറുണ്ട്. ഞാൻ പറയുകയാണ് ഞാൻ കാറ് വിൽക്കാൻ ഇട്ടേക്കുന്നു. അത് കേട്ടിട്ട് ബി എന്ന് പറയുന്ന ഒരാൾ കാറ് വാങ്ങാൻ വന്നു. അപ്പോൾ എനിക്ക് റെഡ് കളർ കാറും ഉണ്ട്, ഗ്രീൻ കളർ കാറും ഉണ്ട്. അപ്പം ബി എന്ന് പറഞ്ഞ ആൾ വന്നേക്കുന്നത് എന്തിനാ, ഗ്രീൻ കളർ കാറിന് വേണ്ടി. ഞാൻ വിൽക്കാമെന്ന് ഞാൻ വിചാരിച്ച ഏതാ, റെഡ് കളർ കാറാണ്. അപ്പോൾ അവിടെ എന്തില്ല, ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല. രണ്ടുപേരും 2 കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഞാനും ഒന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല, ഞാൻ ഏത് കാറാണ് വിൽക്കാൻ ഇട്ടേക്കുന്നതെന്നും പറയുന്നില്ല. അയാൾക്ക് ഇഷ്ടമുള്ള ഏത് കാറാണെന്ന് ചോദിക്കുന്നില്ല, അയാൾക്ക് ഇഷ്ടമുള്ള ഒരു കാർ എടുത്തിട്ട് അയാൾ അതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല. അങ്ങനെ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ അവിടെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ആവത്തില്ല. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിന്, ഞാൻ ഇപ്പോൾ ചക്ക എന്ന് പറയുന്നത് അയാൾ ചുക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും ഒരേ മാറ്ററിനെ പറ്റി ഒരേ കാര്യത്തെ പറ്റിയായിരിക്കണം സംസാരിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും. അതിനെയാണ് കോൺസെൻസസ് അറ്റ് ഐഡം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ എന്തുള്ളൂ, കോൺട്രാക്റ്റ് വാലിഡ് ആവത്തുള്ളൂ.
അടുത്ത പോയിന്റ്, ദർ മസ്റ്റ് ബി ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ്. പാർട്ടീസിൻ്റെ കൺസെൻറ്റ്, അവരുടെ സമ്മതം ഫ്രീ ആയിരിക്കണം. അത് നമ്മൾ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവരെ ഇത് ചെയ്തിട്ട് കൊയേഷൻ നടത്തിയോ ഇൻഫ്ലുവൻസ് നടത്തിയോ ഒന്നും ആയിരിക്കരുത് കൺസെൻറ്റ് വാങ്ങേണ്ടത്. അവർ ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം പാർട്ടീസ് അതിന് കൊടുക്കേണ്ട. അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, കോൺട്രാക്റ്റ് അസാധുവായിട്ട് പോകും ഫ്രീ കൺസേൺഡ് അല്ലെങ്കിൽ. ഇനി അടുത്ത പോയിന്റ്, ലോഫുൾ ഒബ്ജക്റ്റ്. അപ്പം നമ്മൾ എന്ത് മാറ്ററിനെ പറ്റിയാണോ ആ കോൺട്രാക്റ്റിൽ സബ്ജക്റ്റ് മാറ്ററിനെ പറ്റിയാണോ സംസാരിക്കുന്നത്, ആ ഒബ്ജക്റ്റ് എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്ഥലം വിൽക്കാൻ ഇട്ടേക്കുന്നു, അതൊരു ലോഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു തെങ്ങിൻ തോട്ടം വിൽക്കാൻ ഇട്ടേക്കുന്നു, അതൊരു ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്. പക്ഷെ ഞാൻ ഒരു കഞ്ചാവ് തോട്ടമാണ് വിൽക്കാൻ ഇട്ടേക്കുന്നെങ്കിലോ അത് ഇല്ലീഗലാണ്. അതൊരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യരുതെന്ന് ലോ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത് ഇല്ലീഗലാവും. അങ്ങനത്തെ ഇല്ലീഗലായിട്ടുള്ള ഒബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതെന്തായി മാറും, വോയിഡായിട്ട് മാറും അല്ലെങ്കിൽ അസാധുവായിട്ട് മാറും. അതിനൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഒബ്ജക്റ്റ് എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കണം. ഇനി അടുത്ത പോയിന്റ്, ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി സർട്ടൺ. എഗ്രിമെൻറ്റ് എന്തായിരിക്കണം, സർട്ടൺ ആയിരിക്കണം. എന്ന് വെച്ചാൽ എഗ്രിമെൻറ്റിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് ബാഗോ ഒന്നും ആവാതെ മീനിങ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, വായിച്ച ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, ഒരു സർട്ടനിറ്റി ഉണ്ടായിരിക്കണം, ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ദ പെർഫോമൻസ് മസ്റ്റ് നോട്ട് ബി ഇമ്പോസിബിൾ. ഇപ്പം ഞാൻ ഒരു കണ്ടീഷനും കൂടെ പറയാണ്, ഞാൻ കാറ് തരാം, പക്ഷെ നീ എന്ത് ചെയ്യണം, നാളെ ഇത്ര മണിക്ക് മഴ പെയ്താൽ മാത്രമേ തരാം. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുന്നത് ആ കണ്ടീഷൻ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എന്നാൽ മാത്രമേ അത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾ അവൻ പാസ്സായ 10ാം ക്ലാസ് പാസ്സായ ഒരു വണ്ടി വാങ്ങിത്തരാം. ഇത് ആ കുട്ടിയെ പറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. അതിന് എക്സാം എഴുതി പാസ്സാവാൻ പറ്റുകയാണെങ്കിൽ അതിന് വണ്ടി വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷേ നമ്മൾ LKG പഠിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് 10ാം ക്ലാസ് എക്സാം എഴുതി പാസ്സാവെന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്. ആ കുഞ്ഞിൻ്റെ പ്രായവും അതിൻ്റെ ഇതും അനുസരിച്ച് അതിനൊരിക്കലും 10ാം ക്ലാസ്സിലെ എക്സാം എഴുതി പാസ്സാവാൻ പറ്റത്തില്ല. അപ്പോൾ ഇമ്പോസിബിൾ ആവരുത്, പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇമ്പോസിബിൾ ആവരുത്. ഒരാളുടെ ഒരു ഹ്യൂമൻ ഇതിൻ്റെ കഴിവിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടീഷൻസ് ആയിട്ട് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊരിക്കലും വാലിഡ് കോൺട്രാക്റ്റ് ആവത്തില്ല. ഇനി അടുത്ത് ലീഗൽ ഫോർമാലിറ്റീസ്. ലീഗൽ ഫോർമാലിറ്റീസ് എന്ന് വെച്ചാൽ ലോ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മാനറുണ്ട്, എങ്ങനെ വേണം കോൺട്രാക്റ്റ് എൻട്രി ചെയ്യാനായിട്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഒരു കോൺട്രാക്റ്റിൻ്റെ അകത്ത് വേണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നൊക്കെ ഉള്ളത് ഒരു ഫോർമാലിറ്റി ഉണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് കോടതി പ്രൊസീജിയർ വഴി നമുക്കിതിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ലീഗൽ ഫോർമാലിറ്റീസ് കറക്റ്റ് അല്ലെങ്കിൽ. അപ്പം ലീഗൽ ഫോർമാലിറ്റീസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ്, എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലയർ ടു ബി വോയിഡ്. ഒരിക്കലും ഈ എഗ്രിമെൻറ്റ് വേറൊരു ആക്റ്റിൻ്റെ അകത്ത്, അത് നമ്മുടെ ലോക്കകത്ത് പല ആക്റ്റുകളും പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കഞ്ചാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ, കഞ്ചാവ് തോട്ടം വിൽക്കുകയാണെങ്കിൽ അതിന് ആക്ട് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് ഒരു ആക്റ്റിൻ്റെ അകത്തും ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള എഗ്രിമെൻ്റ് എല്ലാം വോയിഡാണ്, അസാധു ആണ് എന്ന് പറഞ്ഞിട്ടില്ലാത്തതായിരിക്കണം. എന്നാൽ മാത്രമേ ഈ എഗ്രിമെൻറ്റ് നമുക്ക് വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയത്. അതായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെ പറ്റി പറഞ്ഞു, പിന്നെ കോൺട്രാക്റ്റ് എന്താണ്, എഗ്രിമെൻ്റ് എന്താണെന്ന് പറഞ്ഞു, അവരുടെ ഡിഫറൻസ് പറഞ്ഞു, ലീഗൽ ഒബ്ലിഗേഷൻ എന്താണ്, ജസ് ഇൻ റം ആൻഡ് ജസ് ഇൻ പേഴ്സോണം എന്താണ്, അതോടൊപ്പം തന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയത്.